ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു കുഞ്ഞു ബൈക്കിൻ്റെ ചെറിയ ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു കുഞ്ഞു ബൈക്കിൻ്റെ ചെറിയൊരു റൈഡിങ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വലിയൊരു വീഡിയോ എന്നല്ല, ചെറിയൊരു വീഡിയോ. എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ബൈക്കാണ് റോയൽ എൻഫീൽഡിൻ്റെ 100-350. ഇറ്റ്സ് എന്താ പറയുക, വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് കേട്ടോ. വണ്ടി നല്ല പവർഫുള്ളാണ്, നല്ല കിടിലം ABS ബ്രേക്കിംഗ് ആണ്. ബ്രേക്കിംഗ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബ്രേക്കിംഗ് എന്ന് വെച്ചാൽ RS200 പോലെ തന്നെ എന്ന് പറയാൻ പറ്റില്ല, അതിനെക്കാട്ടി ബെറ്റർ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. നല്ല ബ്രേക്കിംഗ് ആണ് വണ്ടി. പിന്നെ വണ്ടി പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പവറാണ് കേട്ടോ. പവർ എന്ന് പറഞ്ഞാൽ പവർ വാരിക്കോരി വെതറി അങ്ങനെ നടക്കുന്ന ഒരു ബൈക്കല്ല, പക്ഷേ ആവശ്യത്തിന് പവറും റോയൽ എൻഫീൽഡിൻ്റെ വണ്ടിയാണെന്ന് പറയത്തേ ഇല്ല. എന്ന് വെച്ചാൽ എന്താ വൈബ്രേഷൻ അത് ഇതിൽ നമുക്ക് കുറച്ച് പോലും ഉണ്ടെന്ന്, ഒരു പൊടിക്ക പോലും ഇല്ല കേട്ടോ ആ വൈബ്രേഷൻ. വണ്ടി വെച്ചാൽ വണ്ടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, തൊട്ടുടനെ എന്ന് വെച്ചാൽ നമുക്ക് ക്വിക്ക് പെർഫോമൻസിനും ക്വിക്ക് റെസ്പോൺസാണ്. ആക്സിലേറ്റർ കൊടുത്താലും നമ്മുടെ 350 ക്ലാസിക് സ്റ്റാൻഡേർഡും കയറി പോകുന്ന പോലെയല്ല, അതിനെക്കാട്ടി മാരകമായ രീതിയിലാണ് ബൈക്കിൻ്റെ പെർഫോമൻസ്. പിന്നെ ഈ ബ്രേക്കിംഗ് പക്കയായിട്ട് ഇഷ്ടപ്പെട്ടു. ബ്രേക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു ABS ഡ്യുവൽ ചാനൽ ABS ആണെങ്കിലും അതിൻ്റെ ഒരു പെർഫോമൻസ് പക്ക ബ്രേക്കിംഗ് ആണ്. എന്ന് വെച്ചാൽ RS200 വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇത് പുറകിൽ നമുക്ക് കാണാം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ RS എടുത്ത സമയത്ത് ഇതുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഒരുപാട് കൺഫ്യൂഷനായി പോയത്. ആ രീതിയിലൊരു പെർഫോമൻസ് ബൈക്കാണ് കേട്ടോ ഇത്. എനിക്ക് ഇതിൻ്റെ റൈഡിങ് പെർഫോമൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. റൈഡിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ഓടിച്ചു നോക്കി. പക്ഷേ വണ്ടിയുടെ ആ ബ്രേക്കിങ്ങിൻ്റെയും ആ പവറിൻ്റെയും നല്ല വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ആ പവർ എന്ന് പറയുന്നത് എന്താ പറയുക, സെക്കൻഡ് ഗിയർ ആയാലും തേർഡ് ഗിയർ ആയാലും അതിൻ്റേതായ ഒരു പവർഫുൾ ബാക്കപ്പ് നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഈ വണ്ടി ഇറങ്ങിയ സമയം തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ വണ്ടി ഒന്ന് റൈഡ് ചെയ്യുമെന്ന് വെച്ചാൽ ഷോറൂമിലൊന്നും പോകാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു ബ്രദർ എന്നെ ഈ ബൈക്ക് എനിക്ക് വേണ്ടിയിട്ട് തന്നത്. എൻ്റെ ബൈക്കാണ് ഏകദേശം 200 കിലോമീറ്റർ ആയിട്ടുള്ളൂ കേട്ടോ. 700 കിലോമീറ്റർ മാത്രം. ബസ് സർവീസ് കഴിഞ്ഞ് വീട്ടിലിരിക്കുമായിരുന്നു പുള്ളി. അപ്പോൾ ഞാൻ അങ്ങ് നൈസായിട്ടൊന്ന് ചോദിച്ചു നോക്കി. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് എടുത്തോ എന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ്. അവന് ഇഷ്ടപ്പെട്ടൊന്നും കാണത്തില്ല, എന്ന് വെച്ചാൽ പുതിയ വണ്ടിയല്ലേ, ഞാൻ എടുത്ത് പൊളിക്കുമെന്ന് കത്തിച്ച് നോക്കുമെന്നൊക്കെ ഭയങ്കര പേടിയായിരിക്കും പുള്ളിക്ക്. അതുകൊണ്ട് ഞാൻ അത്രയും പൊളിപ്പൊന്നും പൊളിച്ചില്ല, ജസ്റ്റ് ഒരു 60-65 ആ റേഞ്ച് തന്നെ പോയത്. പിന്നെ വണ്ടിയുടെ ഒരു ഓവറോൾ റിവ്യൂ വെച്ചിട്ട് പുറകെ നിന്ന് നോക്കുമ്പോൾ എൻ്റെ ഒരു രക്ഷയില്ല കേട്ടോ. പുറകെ നിന്ന് നോക്കുമ്പോൾ ആ ടെയിൽ ലാമ്പും ആ ഇൻഡിക്കേറ്റേഴ്സും കൂടെ ചേർന്ന് Sometimes I get so mad, there's no controlling me. My thoughts get so bad, I'm like, I might grab a bat, I don't know. My wrath, my blood boils over. വണ്ടിയുടെ സൗണ്ട് ബൈക്കാണ് കേട്ടോ. അതിന് ആൻറ്റി സൈഡ് വന്നിട്ട് ഒരു കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ആൻറ്റി സൈഡ് വന്നിട്ട് നമുക്ക് നല്ലൊരു റൈഡിങ് പോസ്റ്റാണ്. നമുക്ക് ഒരിക്കലും ടയറിനകത്ത് ഫീൽ ചെയ്യാത്തൊരു റൈഡിങ് പോസ്റ്റാണ് കേട്ടോ. നമുക്ക് RS-ലായാലും കുറച്ച് ലീനിയറാണ്. നമുക്കത് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടല്ല RS-ല്. പക്ഷേ അതിൽ നിന്ന് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാൻഡിൽ പോസ്റ്റിനാണ് കേട്ടോ
മൈക്ക് അഡാപ്റ്റർ എല്ലാം വാങ്ങുന്നതായിരിക്കും. എന്തായാലും ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഹണ്ടറിനെ കുറിച്ച് ചെയ്ത ഈ റൈഡിങ് റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം സംഭവം എൻ്റെ ഒരു മൈക്ക് അഡാപ്റ്റർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വണ്ടി റൈഡ് ചെയ്യുന്ന സമയത്ത് സംസാരിക്കാത്തത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എന്ന് വെച്ചാൽ എനിക്ക് വ്ളോഗ് ഞാൻ ചെയ്ത് പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതായ മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഉണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എന്നും കൂടെ കാണും. ബൈ.